അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് ചേന്നമംഗലം പാലിയം പാലസിൽ മുസിരിസ് സ്റ്റുഡൻസ് ക്വിസ്, മുസിരിസ് രാഗലയം, ചാക്യാർകൂത്ത്, പൈതൃക സഞ്ചാരപഠനം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി. ഇന്നിവിടെ ചാക്യാർകൂത്ത് അവതരിപ്പിക്കുന്നത് കലാമണ്ഡലം ശ്രീനാഥ്, പിന്നണിയിൽ മിഴാവ് കൈകാര്യം ചെയ്യുന്നത് കലാമണ്ഡലം രാഹുൽ. രാമചന്ദ്ര ഔവണ്ണമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായി, ആദി ഭൗതികങ്ങളായി, ആദി ദൈവികങ്ങളായി, ഇങ്ങനെ ബഹുവിധങ്ങളായിട്ടുണ്ടാകുന്ന സങ്കടങ്ങളെ അസകലം തന്നെ യഥാവലി ദൂരത്തിങ്കൽ കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷ ഇവിടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? രാമചന്ദ്ര. ആര്? രാമചന്ദ്രനോ? രാമചന്ദ്രൻ രക്ഷിക്കട്ടെ എന്നാണ് ഇപ്പൊ ഇവിടെ പറയുണ്ടായത്. ഇങ്ങനെയൊന്നും ആയാൽ ഇവിടുത്തെ രക്ഷ നേരെയാവെന്ന് തോന്നണില്ല. ഇവിടെ അനവധി ആളുകൾ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടില്ല. ആയിക്കല്ലേ? അതാരാ അവിടെ വന്ന് കൂടിയേക്കണത്? അതാരാ അവിടെ കയ്യും കെട്ടി നിൽക്കണത്? അത് വിഷ്ണുവിന്റെ ആളാന്നാ തോന്നണത്. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയിന്റെ ഒരു തേജസ്. വിഷ്ണുവിന്റെ ആളുകളുണ്ട്. ആരവിടെ വന്ന് കൂടിയേക്കണത്? ഇത് ശിവന്റെ ആളാന്നാ തോന്നണത്. വിഷ്ണുവിന്റെ ആളുകളുണ്ട്, ശിവന്റെ ആളുകളുണ്ട്. ഇനി അത് മാത്രല്ല, ഭദ്രകാളി. അത് അങ്ങനെയുണ്ട്. അതിന്റെ മുഖം തന്നെ കണ്ടാറിയാം ഭദ്രകാളിയുടെ ഒരു ഛായുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഈശ്വരന്മാരെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആരാ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടത്? ഇവിടെ രാമചന്ദ്രൻ രക്ഷിക്കട്ടെ എന്നാണ് പറയണ്ടായത്. ആര്? രാമചന്ദ്രനോ? എന്തിനാകുന്നത് ഇത്ര വളരെയേറെ സംശയിക്കുന്നത്? സൂര്യവംശാലങ്കാരഭൂതനായി സീതാവല്ലഭനായി ഭഗതവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രനെ തന്നെയാകുന്നത് ഇവിടെ ഈ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത്. ആയതൊക്കെയും കൊള്ളാം, നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രിവടിയെ പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും ഔവണ്ണമെല്ലാം ഇരിക്കുന്ന രാമചന്ദ്രൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപാസനയ്ക്ക് ശക്തി. ഗച്ഛതു, ഒരു ദൂതൻ ഗമിക്കട്ടെ. സുഗ്രീവ ഇവിടെ വരൂ. ഇവിടെ വരാനാ പറഞ്ഞത്. സുഗ്രീവനോടാ പറഞ്ഞത്. വന്നോളൂ. ഇപ്പൊ ആരാ സുഗ്രീവൻ എന്നൊരു സംശയമായി. രണ്ടാളുകളും ഇങ്ങോട്ട് ചാടി വരുന്നുണ്ട്. സുഗ്രീവ താൻ ഇവിടെ വരിക. ഞാൻ ഒരു ദൂതനെ പറഞ്ഞയക്കണം തന്നെയാണ് നിശ്ചയിക്കണത്. അപ്പൊ സുഗ്രീവന് തോന്നുന്നുണ്ടാവും ഞാൻ എന്താ പറയണ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാണോ എന്ന് തോന്നുന്നുണ്ടാവും. കാരണം എന്താ? യുദ്ധനിശ്ചിത ചേതസ്സായിട്ട് യുദ്ധം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചും കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ടോ ഇപ്പൊ പറയണത് എന്താ? ഒരു ദൂതം പോട്ടെ. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ അങ്ങനെയുണ്ട് സുഗ്രീവ. എന്താ കാരണം എന്നാണെങ്കിൽ ഇന്നലെ ആ ലങ്കാനഗരി നോക്കിയ സമയത്തെങ്കിൽ ലങ്കാനഗരിയിലുള്ള ആളുകളൊക്കെ എത്ര സുഖമായിട്ട് അവിടെ വസിക്കണത് നോക്കൂ 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 നോക്കൂ. ഇവിടുത്തെ ഒരു കാവൽക്കാരൻ, കൊമ്പമീശക്കാരൻ, അങ്ങോട്ട് നോക്കൂ. ഇത് മാത്രല്ല, അവിടെ ചില ആളുകളോ വെൺകൊടകള്, അത് ചെറുതൊന്നല്ല, വലുതാ. 4 ആളുകൾ അതിന്റെ ഉള്ളിൽ കയറും. അത്ര വലുപ്പുള്ളതാ. അതങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇനി അത് മാത്രല്ല, കാവൽ ഭടന്മാര്, കേമന്മാര്, അവരെ കാണുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ. കാണുമ്പോഴൊക്കെ ഇങ്ങനെ ശുഷ്കിച്ചിട്ടാവും കൈ തരുമ്പേട്ട 2 എണ്ണം തരാൻ ശേഷിയുള്ള ആളുകളാ അവര്. അങ്ങനെയുള്ള കാവൽ ഭടന്മാരുണ്ട്. ഇനി സ്ത്രീജനങ്ങളുണ്ട്, കിടാങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ജനങ്ങളും എത്ര ഐശ്വര്യമായിട്ട് എത്ര സമൃദ്ധിയോട് കൂടിയിട്ടാണ് അവിടെ വസിക്കണത്. ആ ലങ്ക യുദ്ധം ചെയ്ത് മുഴുവനായിട്ട് നശിപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ആളുകള് അപവാദം പറയും. അതെന്താ അപവാദം പറയാനാണെങ്കിൽ, ഇതെന്ത് കഥ താൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല,
കുറച്ചു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. താൻ ഇവിടെയുള്ള വൃത്താന്തം വല്ലതും അറിയണ്ടോ? യാതൊന്നും അറിയണ്ടേ. ഞാൻ കുറച്ചു നാൾ അമ്മാത്തായിരുന്നു. എന്നാ ഞാൻ പറയാം. തനിക്ക് നമ്മുടെ രാമനെ അറിയില്ലേ? ഏതാ ആ രാമനോ? അറിയാം, ദശരഥന്റെ പുത്രൻ. ഇവിടോ രാമൻ എന്താ കാട്ടിയത്? രാമൻ കാട്ടിയത് എന്താന്നോ ഞാൻ പറയാം. രാമൻ കുറച്ചു പ്രായമായപ്പോ ദശരഥന് തോന്നി, രാമ ഇവിടുത്തെ പൊക്കോളൂട്ടോ, നിന്റെ ഉപദ്രവം എല്ലാവരെയും കൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞയച്ചു എന്ന് മാത്രല്ല, കുറച്ചു നാളങ്ങോട്ട് കാട്ടിലോ എവിടെ അച്ഛാ പോയി. ആ പോണ നേരത്ത് ഭാര്യ സീതയും കൂടെ പോയി. അതിന്റെ പിന്നാലെ ലക്ഷ്മണന് പുറപ്പെട്ടു. അവനെന്തിനാ പുറപ്പെട്ടത് മനസ്സിലായില്ല. അവരും പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടു എന്ന് മാത്രല്ല, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവരൊരു വനത്തിലെ പഞ്ചവടി എന്ന് പറയുന്ന ഒരു വനം, ആ വനത്തിൽ അവിടെ എത്തിയ സമയത്താണ് രാമൻ രാമനും ലക്ഷ്മണനും കൂടെ എന്താ പ്രയോഗം? പർണശാല കിട്ടുക. അങ്ങനെ ഒരു പഞ്ചവടിയിൽ ഇതൊക്കെ കെട്ടിക്കോളൂട്ടോ, പന്തിയില്ലാത്തത് പലതും വരണുണ്ട്, അതൊക്കെ കാലക്കൂട്ടി ഒന്ന് കെട്ടായിരുന്നു. എൻ്റെ അല്ല കേട്ടോ, അവനവൻ്റെ സാധനം. അങ്ങനെ ആ പഞ്ചവടിയൊക്കെ അവിടെ ഭംഗിയായിട്ട് ആ പഞ്ചവടി പർണശാലയൊക്കെ കെട്ടി അവിടെ സുഖമായിട്ട് കൊടുന്നു. ആ സമയത്താണ് ഈ വിവാഹം കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? വിവാഹം കഴിഞ്ഞാൽ ആദ്യ നാളുകളിലൊക്കെ എന്താ ഉണ്ടാവുക? ഭർത്താവ് പറയണതൊക്കെ ഭാര്യ കേൾക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഭാര്യ പറയണതൊക്കെ ഭർത്താവ് കേൾക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ രണ്ടാളുകൾ പറയണത് മുഴുവൻ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ കേൾക്കാനാ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എന്തുണ്ടായി? രാമന് മോഹമൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രല്ല, ഒരു മാനിനെ കണ്ടപ്പോ എന്താ ഉണ്ടായത്? അതിന്റെ പിന്നാലെ പോയി ഓളൊരു മാൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.